ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് ബോട്ട് സർവീസ് ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇവിടെ ഷാർജയിൽ നിന്ന് ബോട്ട് കയറുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അക്വേറിയം മെറൈൻ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 35 മിനിറ്റ് അടുത്തുണ്ട് ഇവിടെ നിന്ന് ദുബായി എത്താൻ വേണ്ടി. നോൾ കാർഡ് യൂസ് ചെയ്തോ അതല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് കൗണ്ടറിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 2 ക്ലാസ് ടിക്കറ്റാണ് ദുബായ് മെട്രോ പോലെ തന്നെ, സിൽവർ ക്ലാസും ഗോൾഡ് ക്ലാസും. ഗോൾഡ് ക്ലാസ്സിന് 25 ദിർഹവും സിൽവർ ക്ലാസ്സിന് 15 ദിർഹവുമാണ് ചാർജ്. ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസിൻ്റെ സമയമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ എപ്പോഴും RTAൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അറിയാൻ സാധിക്കുന്നതുമാണ്. കൃത്യസമയത്ത് തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മംസാർ ബീച്ച് ഫ്രണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്, അതുവഴി അങ്ങനെ കറങ്ങി ദുബായ് ക്രീക്കിൽ കയറി അവിടുന്ന് ഗുബൈബ മെറൈൻ സ്റ്റേഷനിലാണ് നമ്മൾ പോയി ഇറങ്ങുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ നല്ല രസമാണ് കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ ഗുബൈബ മെറൈൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ബോട്ടിലല്ല വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുബൈബ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാലും മതി. ബസ്സോ അല്ലെങ്കിൽ മെട്രോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുബൈബ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും. അവിടുന്ന് മെറൈൻ ട്രാൻസ്പോർട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നമ്മളിപ്പം ഇവിടുന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, 1 ദിർഹത്തിന്റെ അബ്രയിൽ കയറി ദുബായ് ക്രീക്ക് ക്രോസ് ചെയ്ത് ദേറയിലേക്ക് പോകാൻ പറ്റും. ദേറ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ദുബായിലെ ഒരു സിഗ്നേച്ചർ സ്പോട്ടാണ്. ഓൾഡ് സൂക്ക് വാട്ടർ സ്റ്റേഷനിൽ ഇറങ്ങി ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്താൽ ബൽദിയ സ്ട്രീറ്റിലെത്താം. അവിടെ സ്പൈസ് സൂക്ക്, ഹെർബ് സൂക്ക്, യൂട്ടൻസിൽ സൂക്ക്, പെർഫ്യൂം സൂക്ക്, പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗോൾഡ് സൂക്ക് എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. ദേറ ഓൾഡ് സൂക്ക് വാട്ടർ സ്റ്റേഷനിൽ നിന്ന് 2 ദിർഹത്തിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽ ഫഹീദയിൽ എത്തണം. അവിടത്തേക്കുള്ള ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ദുബായ് ഹെറിറ്റേജ് ടൗൺ ആയ അൽസീഫും കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടു കഴിയാൻ വേണ്ടി ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അൽ ഗുബൈബയിലേക്ക് മെട്രോയിലോ അല്ലെങ്കിൽ ബസ്സിലോ കയറി വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ വന്ന സ്ഥലത്തിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തിരിച്ച് വന്ന ബോട്ടിൽ തന്നെ തിരിച്ച് ഷാർജയിൽ പോയി അവിടുന്ന് കാർ എടുത്ത് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.